അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കളിക്കാൻ പോകുന്ന വർഗീയ കാർട്ടിന്റെ കൃത്യമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു അസൈൻമെന്റ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ ഇടതുപക്ഷത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി തന്നെ മലപ്പുറം ജില്ലയെയും മലബാർ മേഖലയിലേക്ക് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയൊക്കെ നടത്തി. പിന്നീട് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ ചോദിക്കുമ്പോൾ അദ്ദേഹം ക്ഷോഭിച്ച് സംസാരിക്കുന്നു. നജീബ് കാന്തപുരം MLA മുസ്ലിം ലീഗിന്റെ ഒക്കെ യൂത്ത് ലീഗിന്റെ ഒക്കെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. എന്താണ് ഈ മലപ്പുറം ജില്ലയും മലബാർ മേഖലയെയും ഈ വർഗീയമായി ടാർഗറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കളിക്കാൻ പോകുന്ന വർഗീയ കാർട്ടിന്റെ കൃത്യമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു അസൈൻമെന്റ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ വർഗീയത ഉണ്ടാക്കാം, എങ്ങനെ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കാം, എങ്ങനെ മതപരമായിട്ട് ആളുകളുടെ മനസ്സിൽ മുറിവേൽപ്പിക്കാം, ഇതെല്ലാം ഇടതുപക്ഷം കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ചുമതല കൊടുത്തിരിക്കുകയാണ്. ആദ്യം AK ബാലൻ ആ ചുമതല ഏറ്റെടുക്കുന്നു, സജി ചെറിയാൻ രണ്ടാമത് ഏറ്റെടുക്കുന്നു, പിണറായി അത് മൂന്നാമത് ഏറ്റെടുക്കുന്നു, വെള്ളാപ്പള്ളി നടേശന് ടാർഗറ്റ് കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരെയും വെച്ച് ഇത്തരത്തിലൊരു വർഗീയമായ വിഭജനം ഉണ്ടാക്കി ഈ നാട് പിളർത്തി ആ ചോരയിൽ നിന്ന് അധികാര കൊതിയോടുകൂടി കാത്തിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ പ്രവർത്തനം കണ്ട് ആളുകൾ നടുങ്ങുകയാണ്, പേടിക്കുകയാണ്. കാരണം BJPയും RSSും ചെയ്യാൻ മടിക്കുന്നത് പച്ചക്ക് വർഗീയത ഉണ്ടാക്കി ആളുകളുടെ മനസ്സിൽ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ അവർക്ക് ജയിക്കാം എന്ന് വിചാരിക്കുമ്പോൾ എത്ര നീചമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കാണ് ഇടതുപക്ഷം പോകുന്നത്. സങ്കടകരമാണ് ഈ കാര്യം. ഞങ്ങളൊരു കാര്യം പറയാം, ഒരു കാരണവശാലും ഇത്തരം വില കുറഞ്ഞ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാൻ പോലും ഞങ്ങൾ തയ്യാറാവുന്നില്ല. കാരണം അത് വെച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർ പറയുന്ന തരത്തിൽ തന്നെ വർഗീയത ഞങ്ങളും പറഞ്ഞ് അങ്ങനെ മനുഷ്യന്മാരുടെ ഇടയിൽ മുറിവുണ്ടാക്കി ആ മുറിവിൽ നിന്ന് ജയിക്കണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ജയം ഞങ്ങൾക്ക് ആഗ്രഹവുമില്ല, താല്പര്യവുമില്ല. ഈ നാട് ഒന്നിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് എന്നും മുസ്ലിം ലീഗും UDFും മുന്നോട്ട് പോയിട്ടുള്ളത്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അധികാര പങ്കാളിത്തം ഉണ്ടാവണം. ആ അധികാര പങ്കാളിത്തത്തിന് രാഷ്ട്രീയമായ ശാക്തീകരണം ഉണ്ടാവണം. അങ്ങനെ ഒരു വിഭാഗം, ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം, ഒരു വണ്ടിയുടെ ഒരു ടയർ പഞ്ചറായാൽ വണ്ടി ഓടുമോ? അപ്പോൾ ഈ നാട്ടിലെ എല്ലാ ടയറും നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ തന്നെ നന്നായിട്ട് ഓടാൻ പറ്റുന്ന തരത്തിലേക്ക് മുറുക്കിയിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. 4 ടയറും സംരക്ഷിക്കുന്ന പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഈ വർഗീയത ഇത്രയേറെ പുലമ്പുമ്പോഴും ഞങ്ങൾ അതിന് മറുപടി പറയാൻ നിൽക്കാത്തത്. മറുപടി അർഹിക്കുന്നില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നാട്ടിലെ പുതിയ തലമുറ ഇതിലൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ കാര്യം അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയുന്ന, അവർക്ക് തൊഴിലുണ്ടാക്കാൻ കഴിയുന്ന, അവർക്ക് ഈ നാട്ടിൽ തന്നെ നിലനിന്ന് പോകാൻ കഴിയുന്ന ജീവിത സാഹചര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതിന് പകരം പച്ച വർഗീയത പറഞ്ഞ് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തടിയൂരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതൊരു തരം രക്ഷപ്പെടൽ ശാസ്ത്രമാണ് നടത്തുന്നത്. കോർ ഇഷ്യൂസ് വേറെയാണ്. ഈ കേരളം നേരിടുന്ന അതിഗൗരവമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങളല്ല കേരളം നേരിടുന്ന പ്രശ്നം, ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിലേക്ക് ചർച്ച ചെയ്യാൻ മന്ത്രിമാർക്ക് ഭയമാണ്. അതുകൊണ്ട് ഓരോ മന്ത്രിയും കൊട്ടേഷൻ ഏറ്റെടുത്ത് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുക, മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുക, മുസ്ലിങ്ങളെ താറടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ നിന്ന് അധികാരത്തിലേക്കുള്ള വഴി വെട്ടാൻ അവർ ശ്രമിക്കുകയാണ്. ഇത് BJPയും CPMും കൈകോർത്ത് നടത്തുന്ന ഒരു കൊട്ടേഷൻ വർക്കായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ കൊട്ടേഷന് മറുപടി പറയാനുള്ള ഒരു താല്പര്യവും ഞങ്ങൾക്കില്ല. ജനങ്ങളുടെ കൂടെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. ആ ഒരുമിപ്പിക്കൽ കാണുമ്പോഴാണ് VD സതീശനോട് ഇത്ര കലിപ്പ് അവർക്ക് തോന്നുന്നത്. VD സതീശനെ പോലെയുള്ള പ്രഗത്ഭനായ കഴിവുറ്റ ഒരു പ്രതിപക്ഷ നേതാവിന്റെ കീഴിൽ തന്നെ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും. എന്തായാലും തെരഞ്ഞെടുപ്പ് ജയിക്കലൊക്കെ അത് ഓരോ കാര്യങ്ങളാണ്. മത്സരം ഉണ്ടാകും, ചിലപ്പോൾ തോക്കും, ചിലപ്പോൾ ജയിക്കും. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനട്ടൻ, പെരിന്തൽമണ്ണ. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം.